Welcome back to super exciting episode of Hiking Tribes. ഹൈക്കിംഗ് ട്രൈബ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇത് ആടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ചിൽഡ്രൻസ് പാർക്കിലാണ്. എന്നല്ല, നമ്മൾ വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ പ്രോപ്പർട്ടിയായ 340 ഏക്കറിൽ ഉൾക്കൊള്ളുന്ന വലിയൊരു പ്രോപ്പർട്ടിയായ പ്രിയദർശിനി ടി എൻവറോൺസിൻ്റെ ഒരു പ്രോപ്പർട്ടി വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഈ പ്രോപ്പർട്ടി റൺ ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്, അണ്ടർ ടേക്കിംഗ് ബൈ ഗവൺമെൻറ് ആണ്. ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് വയനാടിൻ്റെ കളക്ടറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സബ് കളക്ടറായിരിക്കും ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതും ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കോപ്പറേറ്റ് സൊസൈറ്റിൻ്റെ സീനിയർ ഇൻസ്പെക്ടറായ വ്യക്തികളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. ഇവിടുത്തെ അത്യുഗ്രമായ ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ട് ഇതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട്. അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്ടി പോവാണ്. ഇവിടെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് കേട്ടു. കാരണം നമുക്ക് മുമ്പ് തന്നെ അറിയാം ഇവിടെ ഒരു MTB അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മൗണ്ടൻ സൈക്ലിംഗ് നടത്തുന്ന ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ അതിനകത്ത് പോകുന്നു, കാണുന്നു, എക്സ്പീരിയൻസ് ചെയ്യുന്നു, എന്താണെന്ന് മനസ്സിലാക്കുന്നു. സോ ഡയറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. സോ വെൽക്കം ടു പ്രിയദർശിനി ടി എൻവറോൺസ്. പ്രിയദർശിനി ടി എൻവറോൺസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഓഫീസുണ്ട്, റിസപ്ഷൻ അവിടെയാണുള്ളത്. ദെൻ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റി റൂം, ഇവരുടെ ഓഫീസ്, അഡ്മിനിസ്ട്രേഷൻ എല്ലാം ഈ സൈഡിൽ തന്നെ ഉള്ളത്. സോ നേരെ വരിക, ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ഇവിടെ സാറ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എൻട്രൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. സോ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് അവിടെ ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട്, നമുക്കത് കാണാം. ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് ടീ മ്യൂസിയം ഉണ്ട്, ആംബി തിയേറ്റർ ഉണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട്, ഹെർബൽ ഗാർഡൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പോണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ടീ കൗണ്ടി, അവരുടെ ട്രീ ഹൗസ്, ട്രീ ഗാർഡൻ, ബംഗ്ലാവ് എല്ലാം ഈ സൈഡിലേക്കുണ്ട്. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടെ നിന്നായിരിക്കും നമ്മളുടെ ഈ പ്രിയദർശിനി ടി എൻവറോൺസിലേക്കുള്ള എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രിയദർശിനി ടി എൻവറോൺസിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ്. ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കും? നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ ക്വാളിറ്റിയും കൂടും. സോ ആ ക്വാളിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തന്നെ ഇതിൻ്റെ ഉള്ളൊരു 4 റൂം ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ആ റൂമിനെ കുറിച്ചും ആ റൂമിന് അനുബന്ധ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളാണ് അടുത്തത്. സോ നമുക്ക് നേരെ ഓടിപ്പോയി റൂമിൽ കയറിയാലോ? ഓടി ഒന്നൊക്കെ അല്ല. സോ വെൽക്കം ടു പ്രിയദർശിനി. ഇതാണ് നമ്മുടെ പ്രിയദർശിനി ടി എൻവറോൺസിൻ്റെ ബംഗ്ലാ എസ്റ്റേറ്റ്. സോ ബംഗ്ലാ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ റൂംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഞെട്ടാൻ തയ്യാറായിക്കോട്ടോ, സൂപ്പർ വ്യൂ ആണ്. കമോ. സോ ഇതാണ് നമ്മുടെ ഈ ബംഗ്ലാ എസ്റ്റേറ്റിൻ്റെ ഏറ്റവും സ്പേഷ്യസ് ആയ റൂം. ഇത്രയും സ്പേഷ്യസ് ആയ റൂമിൽ നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾ ഇതിൻ്റെ റേറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്? ഒന്ന് പറ, നമുക്കറിയാം എത്ര ഉണ്ടാവുന്നുള്ളത്. വെറും 3000 രൂപയ്ക്കാണ് ഈ റൂം കൊണ്ട് കൊടുക്കുന്നത്. പ്ലസ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇത്രയും സ്പേഷ്യസ് ആയ റൂം വെറും 3000 രൂപ കൊടുക്കണമെങ്കിൽ, എനിക്ക് പൊതുവിൽ ഞാൻ ഒരുപാട് റിസോർട്ടിൽ പോയ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും ചീപ്പ് റേറ്റിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റൂമാണ് പറയാം. സോ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബെഡിൻ്റെ ക്വാളിറ്റി പഠിക്കാം. ഒരു ഡബിൾ ബെഡാണ്. ഈ ബെഡിൽ നല്ല അത്യാവശ്യം അടിപൊളി ബെഡാണ്. ഈ കാര്യങ്ങളൊക്കെ ഈ ബെഡ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രൈം ഫാക്ടർ. ബെഡ് ഉണ്ട്. ബെഡ് കഴിഞ്ഞിട്ട് നമുക്ക്
നല്ലൊരു നമുക്ക് സിറ്റിംഗ് ഏരിയ ഉണ്ട്. നമുക്കൊരു ഫാമിലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കാനും ഇവിടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അതിൻ്റെ അടുത്തൊരു ടീപ്പോ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഫാക്ടർ ഉണ്ട്, അടിപൊളി ഒരു പെയിന്റിംഗ് അല്ല ഫോട്ടോ പ്ലസ് ഇതിന്റെ ഇന്റീരിയർ വർക്ക്സ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ട് ഫർണിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഇന്റീരിയറിന്റെ കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം ഇത്രയും ഒരു ക്വാളിറ്റി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് സമ്മതിക്കാനാണ് ഈ റേറ്റിന്. പ്ലസ് നമുക്ക് ഇതാ ഒരു വാർഡ്രോബ് ഉണ്ട്. വാർഡ്രോബിന്റെ ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് വാർഡ്രോബാണ്. ഇതല്ലേ എല്ലാ കാര്യങ്ങളുണ്ട്. അടിയിൽ 4 ഓപ്പണിങ്സ് ഉണ്ട്. ഓക്കെ, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മളെ ഏറ്റവും മേജർ ഫാക്ടർ, നമ്മളൊരു റൂം എടുത്തു കഴിയുമ്പോൾ റൂമിൽ നമ്മൾ ഏറ്റവും നോക്കുന്നത് അതിന്റെ ബാത്റൂം ക്വാളിറ്റിയാണ്. അത് ക്ലീൻ ആണോ, അതിന്റെ ഒരു സറൗണ്ടിങ്സ് എങ്ങനെയൊക്കെ ഉള്ളത്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഒരു ബാത്റൂമിന്റെ ഒരു കാര്യങ്ങൾ നോക്കാം. ഓക്കെ, വാ, ഇത്രയും സ്പേഷ്യസ് ആയിട്ടൊരു ബാത്റൂം ആണോ. ഇത്രയും സ്പേഷ്യസ് ആയ ബാത്റൂം ഉണ്ടെങ്കിൽ നല്ല ഏരിയ ഉണ്ട്. ഇതൊരു യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ഇതിന്റെ സമ്മതിക്കുന്നത്. പ്ലസ് ഇതിന്റെ ഒരു ഹീറ്റർ ഉണ്ട്. നമുക്ക് വയനാട്ടിൽ നിന്ന് പ്രത്യേകം തണുപ്പാണ് സമയത്ത് നമുക്ക് ഹീറ്ററിന്റെ ആവശ്യമുണ്ട്. സോ ഹീറ്റർ ഉണ്ട്. പിന്നെ വേറൊരു ഡീമെറിറ്റ് എനിക്ക് പറയാൻ പറ്റില്ല, ഡീമെറിറ്റ് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉണ്ടെങ്കിൽ ഇവിടെ AC എന്ന സാധനം കാണുന്നില്ല. എന്തുകൊണ്ട് AC എന്നില്ലാന്നുണ്ടെങ്കിൽ ഇത്രയും മരങ്ങൾക്കിടയിലാണ് ഈ ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത്. ഇവിടെ നമുക്ക് AC-ന്റെ ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നല്ല പൊളി. ഇപ്പൊ നമ്മുടെ സമയം ചൂട് കാലാണല്ലോ, എന്നിട്ട് പോലും ഇതിൻ്റെ ഉള്ള അടിപൊളിയാണ് ഈ തണുപ്പ്. അപ്പോൾ ദാ ഈ റൂമിന്റെ കാഴ്ച കണ്ടില്ലേ. ഇനി നമുക്ക് ഈ റൂം അടച്ചിട്ട് നമുക്ക് അടുത്ത റൂമിലേക്ക് പോയി നോക്കാം. ഓക്കെ, അടുത്ത റൂമിന്റെ ഒരു വ്യത്യസ്തത മനസ്സിലാക്കട്ടെ. കാരണം ആ റൂം സ്പേഷ്യസ് ആണെന്ന് പറഞ്ഞു. ഈ റൂമിലേക്കുള്ള കാഴ്ചകൾ എന്താണെന്നുള്ളത് നമുക്ക് ചെന്ന് നോക്കാം. ഇവിടെ നമുക്കെല്ലാം ഒരു കോമൺ വാഷ് ബേസിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിച്ച ശേഷം കൈകാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഷ് ബേസിനുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ റൂമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ എല്ലാ റൂമിനും സ്പെഷ്യാലിറ്റി, എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നുള്ളതുണ്ടാവും. എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ചൊരു മാറ്റമുണ്ട് ഈ റൂമിൽ. കാരണം അത്ര സ്പേഷ്യസ് അല്ല, ബട്ട് ഇതിന്റെ ഏറ്റവും വലിയൊരു സെറ്റ് കാര്യമുണ്ടെങ്കിൽ പുറത്തേക്ക് നോക്കിയിട്ട് തന്നെ കണ്ടല്ലേ, പുറത്തേക്ക് നല്ലൊരു വ്യൂ ആണ്. ആ ടീ ഗാർഡന്റെ ഒരു വ്യൂ എന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പൊ ഒരു പകല് ഒരു സമയമായതുകൊണ്ടാണ്, ഉച്ച സമയമായതുകൊണ്ടാണ് ഒരു വെളുപ്പിനൊക്കെ നല്ലൊരു മിസ്റ്റ് ഒക്കെ ഉണ്ടാവും. മോർണിംഗ് മിസ്റ്റ് ഒക്കെ വന്നാൽ അടിപൊളി ഒരു വൈബായിരിക്കും ഇവിടെ. പിന്നെന്താ, ഇതിന്റെ പുറത്തേക്ക് ഇതുപോലെ ആ ഒരു ഇത് തന്നെയാണ്, തേയിലേന്റെ ഒരു വ്യൂ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ആ റൂമിലുള്ള പോലത്തെ എല്ലാ സജ്ജീകരണവും ഈ റൂമിലുണ്ട്. ഇവിടെ വാർഡ്രോബ് ഉണ്ട്. ആ സെയിം വാർഡ്രോബാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ വാർഡ്രോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവര്. പിന്നെ ബാത്റൂമിന്റെ കാര്യം നമുക്ക് നോക്കാം. അവിടുത്തെ ബാത്റൂമിൽ അതേ ഫെസിലിറ്റി ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇതിന്റെ ലൈറ്റിങ്സ് ഒക്കെ ഈ സൈഡിലാട്ടോ. അപ്പൊ ഈ ബാത്റൂം നോക്കും. ഇതിന് നല്ല ഇവിടുത്തെ ഏറ്റവും വലിയൊരു മെച്ചം തോന്നിയത് ഇതിന്റെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം. നല്ല ഏരിയ ആണ് ബാത്റൂം സെറ്റിംഗ്സ് കൊടുത്തേക്കുന്നത്. നമുക്ക് എല്ലാ ഒരു ബാത്റൂം അങ്ങനെ വലിയ സ്ഥലം കൊടുക്കാറില്ല, ഇടുങ്ങിയതായിരിക്കും. പക്ഷെ ഇവിടെ നല്ല സ്പേഷ്യസ് ആണ് ഈ ബാത്റൂം കാര്യങ്ങളൊക്കെ. അതുപോലെ ഹീറ്റർ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ റൂമിലും ഹീറ്റർ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ടേബിള് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. ടേബിള് എന്തായാലും ആ റൂമിനെക്കാളും കുറച്ചും കൂടെ ഒരു സൗകര്യം കുറച്ച് ഒതുങ്ങിയാന്നുള്ളൂ. പക്ഷെ ഇവിടുത്തെ വ്യൂ എന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സെറ്റപ്പായി തോന്നിയ കാര്യങ്ങൾ. ഞാൻ ഇവിടെ വന്നിരിക്കാൻ തന്നെ പ്രത്യേക കാരണമുണ്ട്. കാരണം എങ്കിൽ നമ്മൾ 2 റൂംസ് കണ്ടു. ഈ 2 റൂംസ് ഇപ്പം നമ്മളിപ്പോൾ ഒരുമിച്ച് 2 ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ 2 റൂംസ് എടുത്ത് കഴിയുമ്പോഴല്ലോ നമുക്കൊരു വീട് പോലെ ഫീൽ ചെയ്യും. നമുക്ക് ഈ ഒരു ടേബിളിൻ്റെ ഉള്ളിൽ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിച്ച് നമുക്ക് സംസാരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക, ഒരു ഫാമിലി ഫീൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഫാക്ടർ. പ്ലസ് ഇതിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ റൂമൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു എന്തെങ്കിലും സ്പെഷ്യാലിറ്റി തോന്നിയിട്ടുണ്ടാവും. അത് കാരണം എങ്കിൽ ഇതിൻ്റെ ഈ മേക്കിംഗ് ആണ്. കണ്ടില്ലേ, ഈ ഒരു പാറ്റേൺ ഓഫ് ആർട്സ് എന്ന് പറയുന്നത് പഴയ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിന്റെ ഒരു സെയിം ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഉണ്ടാക്കിയെടുത്താണ്. കാരണം ഇവിടെ പണ്ടൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ആ ബ്രിട്ടീഷ് ബംഗ്ലാവിന്റെ പാർട്സ് ഒക്കെ പൊളിച്ചപ്പോൾ അതിൽ നിന്നും എടുത്ത ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സെയിം ഫീൽ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഈ ഒരു ആർട്ട് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ശരിക്കും ഇവിടെ വരുമ്പോൾ തന്നെ ആ ഒരു ഇത് കിട്ടും. എന്താണ്, ആ പഴയ ഒരു കൈൻഡ് ഓഫ് സംഭവത്തിന്റെ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിന്റെ ഫീൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചർ. അപ്പോൾ ഡൈനിങ് ടേബിൾ ഉണ്ട്. അപ്പോൾ നമുക്കറിയണം കിച്ചൺ കിടക്കുന്നത്. ഓക്കെ,
ഓക്കെ. ഇതിന് തൊട്ട് ചേർന്നാണ് കിച്ചൺ വെച്ചിരിക്കുന്നത്. എന്താ ഇതിൻ്റെ ഉള്ളിലാണ് കിച്ചൺ, ഒരു വലിയൊരു കിച്ചൺ സെറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കിച്ചൻ്റെ ഒരു സംഭവം. അപ്പം വലിയ സംഭവം ഒന്നുമില്ല. നിങ്ങൾക്ക് എന്ത് കൈൻഡ് ഓഫ് ഫുഡാണോ വേണ്ടത് അത് ഇവിടെ വെച്ചാൽ നമ്മുടെ കേശവട്ടനുണ്ട്. കേശവട്ടൻ നമ്മൾ പരിചയപ്പെടുത്തും, ഇപ്പം അല്ല, അടുത്ത ഒരു സെക്ഷനുണ്ട്. അപ്പോൾ കിച്ചണിൻ്റെ കാര്യങ്ങളും അതിനോട് അനുബന്ധിച്ചുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളി നമ്മൾ നേരിട്ട് ചോദിച്ചറിയാം. നിങ്ങൾക്ക് എന്താ ഫുഡല്ല ഡൗട്ട്, നിങ്ങൾക്ക് ഏത് ഫുഡും പുള്ളി വെച്ചിരുന്ന ഞാൻ കേട്ടത്. നമുക്ക് അനുഷ്ഠ കൊറോണ കാലൊക്കെ അല്ലേ, കുറച്ച് സാനിറ്റൈസർ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എനിക്ക് അടുത്തായി തോന്നിയത്, ഇപ്പോൾ എല്ലാം ഞാൻ പറയാം ഏറ്റവും വലിയ ഫീച്ചർ ഉണ്ട്, ഇതിന് പറയാൻ പറ്റില്ല. ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് എനിക്ക് തോന്നുന്ന വേറൊരു പ്രോപ്പർട്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഈ റേറ്റുള്ള പ്രോപ്പർട്ടിയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഈ ഒരു ആംബിയൻസിൽ ഒരു ട്രയാങ്കുലർ മോഡലാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ആ പഴയ ബ്രിട്ടീഷ് തനിമ കീപ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ ഒരു കൺസ്ട്രക്ഷൻ. എനിക്ക് കൂടുതൽ നമുക്ക് അറിയത്തില്ല, എന്നാലും ആയിരിക്കാം. ഓക്കെ, അപ്പം ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ടി വി എത്ര ഇഞ്ച് ഉണ്ട്? ഓക്കെ, 54 ഇഞ്ചിന് പുറമേ നിന്നൊരു ശബ്ദം കേട്ടു. യെസ്, ഇറ്റ്സ് 54 ഇഞ്ചിന്റെ ടി വി ആണത്. അപ്പൊ 54 ഇഞ്ചിന്റെ ടി വി ഉണ്ട്. നമുക്കിവിടെ വന്നിട്ട് ലാമിഷായിട്ട് ഒരു പേടിയാണ്, കൂൾ മൈൻഡായിട്ട് പീസായിട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇത്രയും നല്ലൊരു എൻവയോൺമെന്റ് ഞാൻ എൻ്റെ തൊട്ടടുത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഇത്രയും വൈകി അറിയാൻ പറ്റില്ല എനിക്ക്, അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പറയും. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഇതിന്റെ സിറ്റ് ഔട്ടിന്റെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഏറ്റവും വലിയ ഈ സംഭവം ഈ ഒരു ബംഗ്ലാവിലുള്ള 4 റൂമും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫാമിലിക്ക് മാത്രം കൊടുക്കുന്നു അല്ല, ഈച്ച് റൂംസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുക്കും. അതിൻ്റെ പെർ ഡേ റേറ്റ് ആണ് 3000 റുപ്പീസ്. ഒരു റൂമിൻ്റെ റേറ്റ് ആണ് 3000 റുപ്പീസ്. അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവർ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ വലിയ പറഞ്ഞു. അപ്പോൾ നമ്മൾ 2 റൂംസ് കണ്ടു, അത് അറ്റാച്ച്ഡ് ആയിട്ട് റൂംസ് ആയിരുന്നു. ഇനി നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് 2 റൂംസ് ഉണ്ട്, അതും കൂടെ കണ്ടു. അത് ഈ ബംഗ്ലാവിൻ്റെ ഭാഗമാട്ടോ. അപ്പോൾ ആ റൂം കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി തരാം. വാ. സോ ഒരു സെപ്പറേറ്റ് ആയിട്ട് റൂമിൻ്റെ ഫസ്റ്റത്തെ റൂമാണിത്. എല്ലാത്തിനും ഈ പറഞ്ഞ റേറ്റ് സെയിം ആണ്, 3000 ആണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറുന്ന ഒരു റൂമിൽ നിൽക്കാൻ തോന്നുകയാണെങ്കിൽ ഈ റൂം സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂമും ഈ പറഞ്ഞ സ്പേഷ്യസ് ആണ്. ഈ പറഞ്ഞ പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതും ഈ പറഞ്ഞ പോലെ തീരത്തോട്ടും കാര്യങ്ങളൊക്കെയാണ്. സോ പിന്നെ ഈ എല്ലാ ബാത്റൂമിൻ്റെ നേരത്തെ പറഞ്ഞ എല്ലാ സ്പേഷ്യസ് ആണ്, നല്ല വലിപ്പമുള്ള ബാത്റൂംസ് ആണ് എടുത്തത്. പിന്നെ നമ്മുടെ എല്ലാ ബാത്റൂം ആണെങ്കിൽ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് കാണിക്കാത്തതാണ്. പക്ഷേ സത്യസന്ധമായി പറയാണ്, നല്ല സ്പേസ് ആയിട്ടുള്ള ബാത്റൂമാണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ്. അതാണ് ഏറ്റവും വലിയ സംഭവം. ബെഡും ഡബിൾ കോട്ട് ബെഡാണ്, നല്ല അടിപൊളി ബെഡാണ്. ഓക്കെ, സോ ഈ റൂമിന് ഈ പറഞ്ഞ 3000 ആണ്. പിന്നെ ഒരു എന്താ പറയുക, എനിക്ക് ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് പക്ക ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ്സ് ഉണ്ടല്ലോ പണ്ടത്തെ കാലത്തെ, അതിൻ്റെ അതേ സാധനം കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ റീകൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബംഗ്ലാവിൻ്റെ അവസാനത്തെ അല്ലെങ്കിൽ 4ാമത്തെ റൂമാണിത്. ഇതൊരു സെപ്പറേറ്റ് റൂമാണ്. ഈ റൂമിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഫെസിലിറ്റീസും സെയിം ആണ്. ഈ പറഞ്ഞ ബാത്റൂമും ഈ പറഞ്ഞ വാർഡ്രോബും എല്ലാ ഫെസിലിറ്റീസും സെയിം ആണ്, ഈ സെയിം റേറ്റുമാണ്. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾക്ക് ആ റൂം ഈ റൂം തന്നെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റത്തെ റൂം മാത്രം കുറച്ച് സ്പേഷ്യസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ അമ്യൂണിറ്റീസും അടിപൊളിയാണ്, സെയിം ആണ്. കീപ്പ് ചെയ്തേക്കുന്ന മെത്തേഡും അവർ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മെത്തേഡും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ബംഗ്ലാ കൾച്ചറുമായിട്ട് കീപ്പ് ചെയ്ത് പോകാൻ അങ്ങനെ നിൽക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ റൂം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പുറത്തേക്കുള്ള വ്യൂ, ഇതിപ്പോൾ എന്താ പറയുക, മുമ്പോട്ട് നോക്കിയാൽ തേയിലത്തോട്ടാണ് മൊത്തം. തേയിലത്തോട്ടത്തിൻ്റെ ഒരു വിശാലമായ പാർക്കിംഗ് ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് വരുന്ന എല്ലാം കൂടെ ഒരു ക്യാമ്പ് ഫയർ വേണമെങ്കിൽ അവർ ഈ ഒരു സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്ത് തരും, ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ. അതിൻ്റെയൊക്കെ എന്താണ് ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് അവർ ഈടാക്കുന്നുണ്ട് ക്യാമ്പ് ഫയറിനൊക്കെ. ആ റേറ്റ് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ടാവും, എത്ര എക്സ്ട്രാ എമൗണ്ട് എന്നുള്ളത്. പിന്നെ കണ്ടില്ല, ഇതിൻ്റെ ഔട്ടർ ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു തനത് ഭംഗി കീപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലസ് നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ല, കുട്ടികളൊക്കെയായിട്ട് വരുന്നെങ്കിൽ നമുക്ക് ഇവിടെ താഴെ ഇതിനെക്കാളും വലിയൊരു ആക്ടിവിറ്റി സെൻ്ററൊക്കെ ഉണ്ട് കേട്ടോ, പിള്ളേർക്ക് വന്ന് കാണാൻ കളിക്കാനൊക്കെ ഉള്ളത്. പ്ലസ് അതിനോട് ഇത് നമ്മുടെ ബംഗ്ലാവിനടുത്ത് തന്നെ ഒരു ചെറിയൊരു പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ചെറിയ ഗാർഡൻ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് നട്ട വെയിലാട്ടോ. ഈ വെയിലത്ത് വന്ന് പുറത്തിറങ്ങരുത്, രാവിലെ വരണം. എനിക്കാണ് രാവിലെ എണീക്കാം, ചിലരും രാവിലെ എണീക്കില്ല നീ. സോ ഇതല്ലേ, ഇതാണ് ഇവിടുത്തെ ചെറിയൊരു സെറ്റപ്പാണ്. ചെറിയൊരു പിള്ളേർ കളിക്കാനും ചെറിയൊരു ഗാർഡൻ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പിന്നെ ഈ കാണുന്ന ചെടി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? സത്യം പറഞ്ഞാൽ എനിക്കിൻ്റെ പേരറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേരറിയെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക ഇതെന്ത് സാധനം എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതുണ്ട് ഒരു കൂൾ ക്ലൈമറ്റാണ്.
ഇവിടെ ഫുൾ മരം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ AC-ൻ്റെ ആവശ്യമില്ല. ഇവിടെ വന്ന് ഇരുന്നാൽ മതി വെറുതെ. നമ്മൾ അങ്ങോട്ട് മൈൻഡൊക്കെ അങ്ങോട്ട് പീസ് ആയിക്കോളും. സോ ഇതാണ് ഈ എന്താണ് പറയുക നമ്മുടെ ബംഗ്ലാ റിസോർട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ബംഗ്ലാ എസ്റ്റേറ്റിനെ കുറിച്ചുള്ള ഒരു വില്ലിനെ കുറിച്ചുള്ള റൂമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ അവരുടെ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകാം. അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് താഴേക്ക് പോകാം. പോകുന്ന വഴിക്ക് നമുക്ക് വലിയ വലിയ സംഭവങ്ങൾ കിട്ടുമെന്നാണ് തോന്നുന്നത്. കിട്ടാൻ അവിടെ പോകാൻ ഓടുവാ ക്യാമറമാൻ. ചുമ്മാ തള്ളാൻ പറയാറില്ല. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ട്രീ ഹൗസിന് ഉള്ളിലത്തെ സംഭവം നമുക്ക് അറിയത്തില്ല. ഇനി ചെന്ന് നോക്കിയാൽ അറിയാം അവിടെ എന്തൊക്കെയാണ് എൻ്റെ ഒരു പെക്യുലാരിറ്റീസ് ഉള്ള കാര്യം. സോ ട്രീ ഹൗസിലേക്കുള്ള വഴി ആണിത്. ഞാൻ തിരിഞ്ഞു പോയപ്പോൾ എൻ്റെ വഴി മാറിപ്പോയി ഗൈസ്. കമോൺ. ഹലോ ഗൈസ് എന്ന് ഞാൻ പറയില്ല. സോ തേയിലത്തോട്ടത്തിനുള്ള അടിപൊളി ട്രീ ഹൗസ് നമുക്ക് കാണണ്ടേ. ഈ തേയിലയിലേക്ക് കൂടെ ഇങ്ങനെ വരണം നടന്ന് എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി ട്രീ ഹൗസ് താമസിക്കണം. പിന്നെ പ്രത്യേക കാര്യം എടുത്ത് പറയാനുണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ സാറിനോട് ചോദിച്ചു, സാറേ നമ്മൾ ബാച്ചിലേഴ്സ് ഒക്കെ ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുമെന്ന്. നിങ്ങൾക്ക് വേറെ എവിടെ വേണമെങ്കിലും അടിച്ചു പൊളിച്ചോ, ഈ ട്രീ ഹൗസിൽ മണ്ടയ്ക്ക് അടിച്ചു പൊളിക്കുന്നു പറയുന്നുണ്ട്. സോ ഈ സ്ട്രിക്ട്ലി ഫോർ കപ്പിൾസ് അതുപോലെ ഫാമിലിക്കാണ് കേട്ടോ ട്രീ ഹൗസ് ഉള്ളത്. വാ. ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ, ഇവിടെ യമന്റെ മരമുണ്ട്, വട്ടം പിടിച്ച് എത്താത്ത മരം. പിടിച്ചോക്ക്. ഞാൻ പിടിക്കും. ഞാൻ വട്ടം പിടിച്ചിട്ടുണ്ടാക്കിയതാ ഗൈസ്. എന്റെ അമ്മേ, മരമേ നിന്നെ കാണാണ്ടിരുന്നാൽ. അടിപൊളി മരാട്ട ഗൈസ്. ഇതോ ഈ ഗൈസ് ചുമ്മാ വരുന്ന കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് കാര്യമാക്കണ്ട. സോ പോയില്ലെങ്കിൽ കാണാം. യെസ്, ഒരു വലിയൊരു മരം. ഇതിനെ വട്ടം പിടിക്കാൻ പറ്റുന്നവർക്ക് ഒരാൾക്ക് 2-3 പേര് പിടിക്കരുത്. ഒരാൾക്ക് വട്ടം പിടിക്കാൻ പറ്റുവാണെങ്കിൽ എൻ്റെ വക 10,000 രൂപ സമ്മാനം. ഓക്കെ, നോക്കട്ടെ ഇത് പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കയറുള്ളൂ. അപ്പോൾ താഴെ പോകടേ. എത്തില്ല. മനസ്സിലാക്കി. ഞാൻ തോറ്റ് പിന്മാറുന്നു. എന്നെക്കാട്ടും ഈ കൈക്കാണ് നീളമുള്ള ആൾക്കാർക്ക് വരിക, പിടിച്ച് കപ്പടിച്ച 10,000 രൂപ. അത് പ്രോമിസിലാട്ടോ, ഞാൻ കൊടുത്തു. യെസ്. സോ അങ്ങനെ ട്രീ ഹൗസിനും പൊക്കത്തേക്കുള്ള യാത്ര വളരെ കഠിനവും പരിശ്രമകരമാണ്. കയറുക. ഇതിന്റെ പൊക്കത്ത് കയറുമ്പോൾ അടിപൊളി ഫീലാണ്. നല്ല കാറ്റ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. കുളിർ കാറ്റ് വീശുന്നു. വരും. അടിപൊളി ട്രീ ഹൗസ്. ഇവിടെ വരണം മാസ് തരണം അങ്ങനെ പറഞ്ഞോടാ. സോ അടിപൊളി ട്രീ ഹൗസ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഈ മരം നമുക്ക് വട്ടം പിടിക്കാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് നോക്കാം, ഇവിടെ ഇങ്ങോട്ട് നോക്കാം. കണ്ണും നോക്കി ഇങ്ങനെ. അങ്ങനെ നമ്മൾ ട്രീ ഹൗസിനുള്ളിൽ കയറും ജസ്റ്റ് മുമ്പ് കുറച്ച് കാര്യം പറയാം. ഇവിടെ നിന്ന് ഈ ഒരു മൊത്തം ട്രീ ഹൗസിന് ടീ എൻവയോൺമെൻറ്റ്സിൻ്റെ 360 വ്യൂ കിട്ടും. അതാണെങ്കിൽ ഇതാ ഇവിടെ നോക്കിയാൽ ചുറ്റും തേയിലത്തോട്ടം മാത്രമേ ഉള്ളൂ, ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ ആണ്. ഇവിടെ മസ്റ്റ് വിസിറ്റ് ആണ്. ഇവരുടെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. സോ നമുക്ക് ആദ്യം ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറിയിട്ട് ഇതിൻ്റെ എന്തൊക്കെയാ സംഭവം എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, വാ. ആഹാ, ക്യാരം ബോർഡല്ലേ എന്തത്? സോറി, കുറച്ച് വെറൈറ്റിക്ക് ഉണ്ടാക്കിയ സംഭവമാണ്. ഇത് ഇരിക്കുന്ന സ്റ്റേബിളാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ക്യാരം ബോർഡാണ്, പക്ഷേ
ഇത് ക്യാരം ബോർഡല്ല, ഇതിരിക്കുന്ന ഒരു ടേബിളാണ്. ഇതിന്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതിന്റെ ഉള്ളിലേക്ക് തള്ളിക്കേറ്റ് വെച്ചാൽ ഇവിടെ ഒരു ചെയർ ഉള്ളതൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ നോക്കി ഇവിടെ ചേർന്ന് പോകുന്നുണ്ടോ? എന്റെ അടിപൊളി സാധനം ഇതേടെ വാങ്ങി കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ സിറ്റ് ഔട്ട്. ഇതിന്റെ ഒരു മീൻസ് ട്രീ ഹൗസ് ആദ്യം വരുമ്പോൾ പ്രതീക്ഷിക്കരുത്. ഒരു ചെറിയ സെറ്റപ്പിലാണ്, നല്ലൊരു കാമായിട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം, ഒരു ചെറിയൊരു ഏരിയ ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ബെഡ്റൂം എങ്ങനെ അറിയാം. പക്ഷേ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പരിചയപ്പെടാൻ പോകരുത്. ആ വ്യക്തിയാണ് നിങ്ങൾ കാണാണ്ടി പോകുന്നത്. ഇൻട്രസ്റ്റ് ടൈം. ഇതാണ് നമ്മുടെ സ്വന്തം ആരാ, കേശവേട്ടനാണ്. കേശവേട്ടനെ ഇവിടെ വന്നിട്ട് നിങ്ങൾ കാണാണ്ട് പോകരുത്. കേശവേട്ടനാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആള്. ഓക്കെ, നമ്മുടെ മെയിൻ കുക്കാണ് കേട്ടോ പുള്ളി. കുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഐറ്റം വേണോ ഇവിടെ പറഞ്ഞാൽ മതി, പുള്ളി ഈ സാധനമൊക്കെ ഉണ്ടായി തരും. ഇപ്പൊ കേശവേട്ടാ, നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര ആരായി ഉണ്ടാവും? ഞാനിവിടെ വന്നിട്ട് നമ്മുടെ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്നത് 8 വർഷമായി. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് നിങ്ങൾ ഇവിടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നത് ഇതിന്റെ തേയില പരിപാടിയും ഒക്കെ ആയിട്ട് 10-20 വർഷമായിരുന്നല്ലോ. ഈ 8 വർഷമായിട്ട് ഈ ഒരു സെറ്റപ്പ് ഹോട്ടലും ഈ ഫുഡ് വെക്കല് ഇതിന്റെ പരിപാടികളൊക്കെ ആയിട്ട് അനുബന്ധ പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോ കേശവേട്ടൻ ഇവിടെ നിങ്ങൾ കാണണം. കേശവേട്ടൻ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ കാണാനുണ്ടോ എൻസൈക്ലോപീഡിയ ആണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ പുള്ളിയോട് ചോദിച്ചാൽ മതി. അപ്പൊ കേശവേട്ട ഇതിന്റെ ഈ റൂമിൽ ഇവിടെ ഏറ്റവും പ്രീമിയം സാധനം ഈ ട്രീ ഹൗസ് അല്ലേ? ഇതിന് എത്ര നമ്മൾ റേറ്റ് വാങ്ങുന്നത്? 5000 രൂപ. 5000 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കും. മെയിൻലി നമ്മൾ ഇത് കപ്പിൾസിനും ഫാമിലിക്ക്. ബാച്ചിലേഴ്സിനെ നമ്മൾ അടുപ്പിക്കില്ല. ബാച്ചിലേഴ്സ് അടുപ്പിക്കാൻ വേറെ കൊണ്ടല്ല, നമ്മൾ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സാധനം ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകാൻ. ബാച്ചിലേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മളൊക്കെ ഏത് തരം ആൾക്കാരാണ്, എനിക്കെന്നെ ഇവിടുത്തെ കണ്ടിട്ടില്ല. അപ്പോൾ മെയിൻലി കപ്പിൾസിനും അതുപോലെ ഫാമിലിക്കാണ് കൊടുക്കുന്നത്. ഇതിന്റെ റേറ്റ് ഈ പറഞ്ഞ 5000 ആണ്. പ്ലസ് കോംപ്ലിമെന്ററി അവർ തരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിന് ഈ കോംപ്ലിമെന്ററി 5000 വലിയ റേറ്റേ അല്ല കേട്ടോ. കാരണം ഇവിടുത്തെ വ്യൂവും ആംബിയൻസ് ഒരു രക്ഷയില്ല. അത് ഈ ജനലൊക്കെ തുറന്നിട്ടുണ്ടെങ്കിലോ ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. പിന്നെ ഇതൊരു ഡബിൾ ബെഡാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിന്റെ ഒരു ബാത്റൂം കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇതിന്റെ ഉള്ളൊരു ലൈറ്റ് എവിടെയാ കത്തോ? അത് ഓണാണോ? ഓക്കെ ഓക്കെ. ഇതിന്റെ ലൈറ്റിംഗ് സെറ്റിംഗ്സ് ഒക്കെ പുള്ളി ഇപ്പൊ താങ്ങിട്ട് തരും. ഇതിന്റെ ഉള്ളിൽ തന്നെ ബാത്റൂം ഉണ്ടല്ലേ, ഒരു കുഞ്ഞി ബാത്റൂം, അടിപൊളി ഒരു ബാത്റൂം. മരം കുലുങ്ങുന്നതാണോ അല്ലെ ട്രീ ഹൗസ് താഴെ പോകുന്നതാണെന്ന് അറിയില്ല. ചെറിയ കുലുക്കൊക്കെ ഫീൽ ചെയ്തിട്ട് ഇപ്പൊ എന്നെ കാണുന്നൊന്നും എനിക്കറിയത്തില്ല. വാ, അപ്പൊ ഇതല്ലേ ഇതിന്റെ ഏറ്റവും വലിയ പെക്യുലാരിറ്റി ഈ പറഞ്ഞ ഈ ഒരു ആംബിയൻസ് തന്നെയാണ്. ഇതിന്റെ ഒരു ഉള്ളിൽ കിട്ടുന്ന ഒരു ഫീല് വേറെ ഒരു സ്ഥലത്തും കിട്ടത്തില്ല. പിന്നെ എന്താണ് അതിന്റെ മേക്കിങ് ഫുള്ള് ബാംബൂ ഷീറ്റാണ്. ഈ ഷീറ്റ് ബാംബൂ ഷീറ്റ് വെച്ചാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇതല്ലേ എല്ലാം നല്ലൊരു മേക്കിങ് ആണ്. ഇതിന്റെ പ്ലാറ്റ്ഫോം വരെ ബാംബു ആണ്. എല്ലാം സാധനം ബാംബു വെച്ചുണ്ടായിരിക്കുന്നത്, ബാംബൂ ഷീറ്റ് വെച്ചിട്ട്. എനിക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു കാര്യം പറയാൻ പറ്റില്ല, ഇപ്പൊ ചെറുതായിട്ട് ചൂട് എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഫാൻ ഇടാവുന്നതാണ്. ഫാൻ ഇട്ട് കഴിയുമ്പോൾ ആ ഫീല് മാറും. അപ്പോൾ എന്നാണോ കപ്പിളൊക്കെ ആയിട്ട് വന്നിട്ട് റൂമൊക്കെ എടുത്ത് താമസിക്കാൻ പറ്റുന്നറിയില്ല. കുടിയ ശീഘ്രം ഒരു പെണ്ണെ കെട്ടണം എന്നാണ് ആഗ്രഹം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണണ്ടേ. സോ പെണ്ണ് കെട്ടിയവർ തീർച്ചയായും വരണം. കപ്പിൾസിന് അടിപൊളി ഒരു വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏരിയ ആണ്. വരിക, ഇവിടെ എൻജോയ് ചെയ്യുക. നല്ല അടിപൊളി ഒരു സംഭവം കേട്ടോ. ഞാൻ ചുമ്മാ നമ്മൾ പൊക്കി പറഞ്ഞല്ല, ഈ ഒരു റേറ്റിന് ഇത്രയും നല്ല ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞെങ്കിൽ അത് വേർത്താണ്. ഓക്കെ, സോ വരിക, എൻജോയ് ചെയ്യുക, പോവുക. അപ്പോൾ എനിക്കതാ പറയാനുള്ളൂ. നമുക്കിപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആത്മകഥം പറഞ്ഞു. പിന്നെ കൂടുതൽ അതിൻ്റെ വിഷമിക്കുന്നില്ല. ശരിയെന്നാ എന്നാ വെറുതാ പുറത്തുവരിക. അപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് കാണിച്ചു ഇപ്പോൾ ഒരു വലിയൊരു ടൂർ പാക്കേജിലോ അല്ലെങ്കിൽ ഫാമിലിൻ്റെ ഒക്കെ വലിയ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാൻ വെച്ചോ, നിങ്ങൾക്ക് വൈകുന്നേരം വന്നിരുന്നതാ ഇതാണ് ആംപി തിയേറ്റർ സെറ്റപ്പ്. ഇവിടെ നമുക്ക് വന്നിരിക്കാം, കലാകാരന്മാർ കലാപരിപാടി അവതരിപ്പിക്കാം, നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നിരുന്നത്. ഫുള്ള് ഇതിന് ഏറ്റവും ഉണ്ടല്ലേ ഈ മരങ്ങളാണ് ഫുള്ളുള്ളത്. അപ്പോൾ നല്ലതൊരു ക്ലൈമറ്റ് ഫീൽ ചെയ്യും. ഫുള്ള് തണുപ്പാണ്. സോ
നിങ്ങൾക്കൂടെ വരാം. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആൾക്കാരുണ്ടാവല്ലോ ഈ തിയേറ്റർ തിയേറ്റർ അല്ല, ഈ പറഞ്ഞ ടൂറും ആയിട്ടൊക്കെ വരുന്ന പിള്ളേർക്കും അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് ഒരു അറൗണ്ട് 20 to 30 മെമ്പേഴ്സ് ഒക്കെ വരുന്ന ഒരു ആൾക്കാർക്ക് നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ ആംബി തിയേറ്റർ. ഓക്കെ, അത് ഇവിടെ നമ്മളെ ഈ ആദിവാസികളൊക്കെ എന്തെങ്കിലും നടത്താറുണ്ട് ഇവിടെ അല്ല, വരുന്ന ആൾക്കാരുടെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടാവാറില്ലേ? അങ്ങനെ അപ്പോൾ വരുന്ന ആൾക്കാർക്ക് തന്നെ ഇവിടെയൊക്കെ പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഇതല്ലേ, ഈ ഒരു ഏരിയ ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. ഇതിൻ്റെ ചുറ്റുപ്പിനെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ ആൾക്കാർക്ക് ഇതാ വന്ന് ഇരുന്ന് സ്പെൻഡ് അവിടെയൊക്കെ ഇരുന്ന് പ്രോഗ്രാം കാണാൻ പാകത്തിനാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഒരു കൈൻഡ് ഓഫ് സംഭവങ്ങൾ മരത്തിന് ചൂടിലൊക്കെ ഇരുന്ന് ഇതിനെ ആഘോഷിക്കാൻ മാത്രം. ഭക്ഷണത്തിൻ്റെ പരിപാടി, ഫുഡും ഞങ്ങളൊക്കെ ഇവിടെ വന്ന് കഴിക്കുന്നവർക്ക് ഇഷ്ടം കഴിക്കാം, ഒന്നും കുഴപ്പമില്ല. നല്ലൊരു പ്ലേസ് ആണ്. ഈ ഒരു ഏരിയ ഉണ്ടെങ്കിൽ വേറെ വണ്ടീൻ്റെ ബഹളമോ അങ്ങനത്തെ ഒന്നും സംഭവമില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പെക്യുലാരിറ്റി എന്ന് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആംബി തിയേറ്റർ കഴിഞ്ഞു, ഇനി ഒന്ന് കുളിക്കട്ടെ. അപ്പോൾ നമ്മൾ സാധാരണ കുറേ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, പക്ഷെ നാച്ചുറൽ പോണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അധികം പ്രോപ്പർട്ടീസ് നാച്ചുറൽ പോണ്ട് ക്രിയേറ്റ് ചെയ്യാറില്ല, കാരണം വലിയ റിസ്ക് ആണത്. അപ്പോൾ നമ്മളൊരു നാച്ചുറൽ പോണ്ടിലേക്കുള്ള വഴിയിലേക്കാണ് ഇപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആ നാച്ചുറൽ പോണ്ടും അതിൻ്റെ പരിസര പ്രദേശങ്ങൾ കണ്ടോളാം. തേയിലത്തോട്ടത്തിനടുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഒരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഇതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി നല്ല ശുദ്ധമായ വെള്ളമാണ്. ഇത് റിയൽ വാട്ടറാണ് ഉള്ളത്, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സ്വിമ്മിങ് ചെയ്യാനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കുളിക്കാനും ചെയ്യാനെന്നുള്ള സൗകര്യം കൊടുക്കുന്നില്ല. കാരണം ഏകദേശം 2 ആളുടെ താഴ്ച ഉണ്ടാവും ഈ ഒരു പോണ്ടിന്. നന്നായിട്ട് നീന്തലും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർക്കുണ്ടെങ്കിലോ വരാം, ഇവിടെ നിങ്ങൾക്ക് അവർക്ക് ബാത്ത് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ വരുന്നവർക്ക് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം എന്താണ് ഇവരുടെ ഒരു മേൽനോട്ടം തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. അപ്പോൾ അടിപൊളി ഒരു നാച്ചുറൽ പോണ്ടുണ്ട് ഇവിടെ. അങ്ങനെ ഇതാ ഈ ഒരു നാച്ചുറൽ പൂളിൻ്റെ സൈഡിലൊന്ന് ഇരിക്കുകയാണ്. ഇവിടെ ഉണ്ടെങ്കിലല്ലേ ചുറ്റുപാടും അടിപൊളി ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഈ പേരയ്ക്ക, ഒരുപാട് ചെടികളുണ്ട്, പഴങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ഇരുന്നപ്പോൾ എപ്പോഴും പറയുന്നതാണ്, ഈ നമ്മളെന്താ പറയുക, നമ്മൾ മലയാളികൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് ഇത് കൊണ്ട് റോഡ് സൈഡിൽ അല്ലെങ്കിൽ സ്ഥലത്ത് കൊണ്ടിട്ടരുത്. ഇത് എത്രയോ വട്ടം പറഞ്ഞാണ്, ദയവേത് ഇമാതിരി പരിപാടി ഇവിടെ ചെയ്യരുത്. ഇവിടെ നിന്നല്ല, ഇത് ഉണ്ടെങ്കിൽ ഇവിടെ ക്ലീൻ ചെയ്യാൻ ആൾക്കാരുണ്ട് എന്ന് വെച്ചിട്ട് നമ്മളൊരു സാധനം കൊണ്ടിട്ടെങ്കിൽ വേസ്റ്റാക്കി ഇട്ടരുത്. നാളെ ഇത് ഇവിടെ കിടക്കും, അങ്ങനെ ആയിട്ട് ദ്രവിക്കാണ്ട് കിടക്കും. സോ ഈ പരിപാടി നമുക്ക് ഇനിയാണെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് കൂടിയിട്ട് നമ്മൾ നിർത്തേണ്ടതാണ്. സോ വേസ്റ്റ് കവറുകൾ, പ്ലാസ്റ്റിക്കുകൾ അതിനൊക്കെ ഇടാൻ വേണ്ടി സെപ്പറേറ്റ് ഇവിടെ നമുക്ക് സ്ഥലം വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ട് നിക്ഷേപിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങൾ തിരിച്ച് ബാഗിൽ കൊണ്ടുപോവുക, അത് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് ഡിസ്പോസ് ചെയ്യുക. സോ ഈ കാര്യം മാത്രമേ എനിക്ക് ഇവിടെ വന്നിട്ടൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. ഒരിക്കലും ഇവരുടെ പ്രശ്നമല്ല, നമ്മളുടെ ജനങ്ങളുടെ പ്രശ്നമാണ്. സോ ഈ പരിപാടി നമുക്ക് നിർത്തിക്കളയാം. സോ അങ്ങനെ കുളത്തിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ കുളം കണ്ടു കഴിഞ്ഞതിൻ്റെ അടുത്ത് നമുക്കിങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പം ഇവിടെ എൻജോയ്മെൻ്റ് എന്തൊക്കെ ഉണ്ടെന്ന് നേരത്തെ ചോദിച്ചില്ലേ, ആക്ടിവിറ്റീസിൻ്റെ പ്രധാന ഒരു ഭാഗമാണ് ഇതാ പിള്ളേർക്കുള്ള അത്യാവശ്യം ഒരു നല്ല ഒരു എന്താ പാർക്ക് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുളത്തിന് അടുത്ത് തന്നെയാണ് പാർക്കും. ഇതാ ഈ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, പിള്ളേർക്ക് വന്നിട്ടുണ്ടെങ്കിൽ സമയം സ്പെൻഡ് ചെയ്യാൻ അടിപൊളി ഒരു സ്പോട്ടാണിത്. ഉച്ച സമയത്ത് ഇതുപോലെ നട്ടുച്ച വരരുത്, പകൽ അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇതാ ഇവിടെ. ഞാനൊന്ന് കയറി പരീക്ഷിക്കട്ടെ, ചെറിയ മനസ്സിൽ കുട്ടത്തുള്ളതുകൊണ്ടേ കയറി നോക്കട്ടെ. ഹലോ, മുതുക്കനായതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ദാ വരുന്നേ. ഇതുപോലെ ഇത് ആഘോഷിക്കാൻ പറ്റും. നമ്മൾ പിന്നെ പണ്ടേ കുട്ടിയായതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇതാ ഇവിടെ ഈ ഒരു സീസോ പരിപാടികൾ, മറ്റേ സീസോ അല്ല, ഇത് നമ്മൾ തൊട്ടിൽ എന്ന് മലയാളത്തിൽ പറയും, അതുണ്ട്. പിന്നെ അങ്ങോട്ട് ഇതാ കുതിരയുണ്ട്, എല്ലാം ഉണ്ട് ഇതാ. അപ്പോൾ പിള്ളേർക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പാകത്തിനുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ സമയം പിള്ളേരെ കൂട്ടുന്നതിന് സമയം സ്പെൻഡ് ചെയ്യാൻ ഒന്നും ഇല്ലാതെ വിചാരിക്കരുത്. ഈ പ്രോപ്പർട്ടിനുള്ളിൽ ഇത്രയും ആക്ടിവിറ്റി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വരിക, അപ്പോൾ അതൊരു ഏറ്റവും വലിയ പോയിൻ്റാണ്. ഇത്രയും ഒരു സംഭവം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ വലിയ പോയിൻ്റാണ്. സോ അതാണ് ഈ പാർക്കിനെ കുറിച്ച് പറയാനുള്ളത്. പോണ്ടായി പാർക്കായി. ഇനി നമുക്ക്
ചെറിയൊരു സാധനം കൂടെ കാണിക്കാനുണ്ട്. നമുക്ക് അങ്ങോട്ടേ പോവാം. ഇതാണ് കുടംപുളീൻ്റെ മരം കേട്ടോ. ഇത് പുളീൻ്റെ സീസണിൽ തന്നെ പുളി കാണിച്ചിരിക്കാൻ പറ്റില്ല. കുടംപുളിയിലൊക്കെ അറിയാം, നമ്മൾ ഈ മീനൊക്കെ വെക്കുമ്പോൾ ഇടുന്ന കുടംപുളി, അതിൻ്റെ മരമാണിത്. ഓക്കെ, ഇതിനകത്ത് അങ്ങ് കാണുന്ന മലയുണ്ടല്ലോ, അങ്ങോട്ടൊക്കെ ട്രെക്കിങ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പറയാം. ഈ തേയില ഉള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ അതേടെ കാണുന്ന ഒരു മരമാണ് സിൽവർ റോക്ക്. ഇവിടെ മൊത്തം സിൽവർ റോക്ക് കേട്ടോ. പിന്നെ ഉണ്ടെങ്കിൽ സിൽവർ റോക്ക് മാത്രമല്ല, ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു മരം വെട്ടിയാൽ ഞാൻ കാണുന്നില്ല. എല്ലാ മരവും അതുപോലെ തന്നെ അവർ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അതിന് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. അതുകൊണ്ട് ആ തണുപ്പും ആ ഒരു ക്ലൈമറ്റ് എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തണുത്തൊരു ഫീൽ നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഉച്ചയ്ക്കാണെങ്കിൽ പോലും എവിടെ അങ്ങനെ വെയിലടിക്കുന്ന ഒരു ഫീലില്ല. നല്ല തണുപ്പ് ക്ലൈമറ്റാണ്. സോ അതാണ് എൻ്റെ ഈ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇത് നമ്മൾ ഇവിടെ ശരിക്കും എന്നാ ഉണ്ട്, ആദ്യമേ പറയേണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ട്, അതുപോലെ ട്രീ ഹട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ് വില്ല. ആ വില്ലയും കൂടെ നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വില്ലയിലേക്ക് പോവാം. വില്ലയിൽ വന്നാൽ ഒന്ന് ഇരിക്കുക എന്നൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. സോ കുറച്ചാൽ ഇരിക്കട്ടെ കേട്ടോ, നടന്ന് മടുത്ത്. ഇനിയും കുറച്ചുകൂടെ ഇരിക്കാം. ഇരുന്നിട്ട് നമുക്ക് വില്ലനുള്ളിൽ എന്തൊക്കെയാ ഉള്ളതെന്നും എത്ര റൂംസ് ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കാം. ഏവർക്കും എൻ്റെ വില്ലയിലേക്ക് സ്വാഗതം. വരൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വില്ല എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇതിനകത്ത് 2 റൂംസ് ഉണ്ട്. 2 റൂംസ്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ സിറ്റ് ഔട്ട് നേരത്തെന്ന് പറയാം. ഓക്കെ, ഇതാ നല്ല അടിപൊളി സ്പേഷ്യസ് ആയ സിറ്റ് ഔട്ട്. ഇവിടെ നിന്ന് ഇരുന്ന് അപ്പുറത്തേക്ക് വർത്താൻ പറയണമെങ്കിൽ ഹലോടാ എന്ന് പറയണം. അതൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അത്രയും സ്പേഷ്യസ് ആണ്. പിന്നെ ചുറ്റും ഫുള്ള് തേയിലത്തോട്ടം കേട്ടോ. ഈ ഒരു വില്ലിന് ചുറ്റും തേയിലയും കാര്യങ്ങളൊക്കെയാണുള്ളത്. നല്ല അടിപൊളി ഉണ്ട്. ടീപ്പോ കാര്യങ്ങൾ, നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഉണ്ട് ഇവിടെ. പ്ലസ് ഡൈനിങ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ 2 റൂമാണ് ഈ വില്ലേജ് കൂടുതൽ. 2 റൂമുണ്ട്. 2 റൂമിനായിട്ട് ഇവർ ടോട്ടൽ കോസ്റ്റ് 5000 രൂപയാണ് മേടിക്കുന്നത്. ഒരു റൂമിന് 2500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. സോ ആ റൂമിന് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ബാ, ഇതിൻ്റെ അല്ലേ ആ പഴയ ഒരു ഇടനാഴി പോലുള്ള ചെറിയ സെറ്റപ്പ്, പഴയ ഒരു വീടും അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് സംഭവമാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ? ടോസ് ഇടാൻ കോയിൻ ഇല്ലാത്ത സ്ഥിതിക്ക് തൊട്. റൈറ്റ് വരും. സോ ഇതാണ് ഫസ്റ്റത്തെ റൂം. ഇതാണ്. ഈ റൂമിന് 2500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നല്ല അടിപൊളി ട്വിൻ ബെഡ് ആയിട്ടുള്ള നല്ല അടിപൊളി റൂമാണ് കേട്ടോ. ഒരു ജസ്റ്റ് നമുക്ക് വന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള നല്ല റൂമാണിത്. പ്ലസ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളൊരു കാര്യമാണ്. അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്. ഒരു യൂറോപ്യൻ ക്ലോസറ്റ്, പിന്നെ ഒരു വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു പറഞ്ഞില്ലേ ആ എമൗണ്ട് കൂടെ കാൽക്കുലേറ്റ് ചെയ്യണ്ടോ. 2500 രൂപയ്ക്കുന്നുണ്ടെങ്കിൽ ഈ റൂം തന്നെ നല്ലൊരു കെട്ടിലാണ്. അത്രയും നല്ലൊരു സെറ്റപ്പ് ആയിട്ടുള്ള റൂമാണ്. കാര്യങ്ങളും ഇതിൻ്റെ ഒരു എന്താ പറയുക, ആ പഴയ ഒരു തനതായ രീതിയിൽ ഈ ബാംബൂ ഷീറ്റ് ഒക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഒരു പഴയ ഒരു തനിമ അത് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പെക്യുലാരിറ്റി. ഓക്കെ, സോ നമ്മൾ വലത്ത് സൈഡ് റൂം കണ്ടു. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് പോവാം. നേരെ വരൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അടുത്ത റൂം. ഈ 2 റൂമും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സെയിം സൈസാണ്, സെയിം കൺസ്ട്രക്ഷൻ ആണ്. അതുപോലെ നമ്മുടെ ബാത്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു എന്താ ഈ ഒരു ബെഡും അതിനടുത്ത് തന്നെ ഒരു മിററും കാര്യമായുള്ള സംഭവമൊക്കെ ആയിട്ട് വെച്ചേക്കുന്നത്. സെയിം സംഭവം, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ റൂമിൻ്റെ റേറ്റ് ഇത്രേ ഉള്ളൂ, 2500 പെർ റൂം. ഓക്കെ, ഇതാണ് റേറ്റ്. ദെൻ ഇത് ജസ്റ്റ് ഒരു പുറത്തേക്ക് ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല. പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഈ പുറത്തെ തേയിലത്തോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്ന വഴിക്ക് സാധനത്തിനെ കണ്ടായിരുന്നു, നമുക്ക് തന്നെ കാണിച്ചായിരുന്നു. നമ്മൾ വാ, ഞാൻ പറഞ്ഞു ഇവിടെ ആക്ടിവിറ്റിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന സംഭവമാണ് സൈക്കിൾസ്. ഇവിടെ നമുക്ക് സൈക്കിൾ ഉണ്ട്. ഇത് കുറച്ച് പണി കിട്ടി കിടക്കാൻ ഇത് അറേഞ്ച് ചെയ്ത് വരുന്നേ ഉള്ളൂ. സോ ഇതല്ലേ ഇവരുടെ സൈക്കിൾ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇവർക്ക് സൈക്കിളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സൈക്കിൾ അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾക്ക് ഈ ഒരു
365 അല്ലേ, 340 ഏക്കറോളം എസ്റ്റേറ്റ് ഉണ്ട്. 340 ഏക്കർ ആരും ചവിട്ടാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾക്ക് പരമാവധി പറ്റും നിങ്ങൾ ചവിട്ടിക്കോ. അതിന് പറ്റിയ സൈക്കിൾസ് ഉണ്ട്. പിന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞ സ്ഥലമായിരിക്കും, ഇവിടെ എല്ലാ കൊല്ലവും ഇവിടെ മൗണ്ടൻ സൈക്ലിംഗ് നടത്താറുണ്ട്. അതിന്റെ ഇന്റർനാഷണൽ മൗണ്ടൻ സൈക്ലിംഗ് എന്നുള്ള വലിയൊരു പ്രോഗ്രാം നടത്താറുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ട്രാക്ക് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ പ്രിയദർശിനി എസ്റ്റേറ്റ് ട്രാക്കാണ്. കാരണം ഏറ്റവും നല്ല ട്രാക്ക് അതാണെന്ന് പറഞ്ഞിട്ടാണ് അവർ ചൂസ് ചെയ്തേക്കുന്നത്. സോ കഴിഞ്ഞ 2 വർഷമായിട്ട് നടന്നിട്ടുണ്ട്. ഈ വർഷം കൊറോണയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വർഷം നടക്കാണ്ടായി പോയി. സോ ഇനി വരുന്ന സമയത്ത് മൗണ്ടൻ സൈക്ലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ഇവരുടെ പെർമിഷൻ ഒക്കെ മേടിച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ഷൂട്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സോ പ്രിയദർശിനി എസ്റ്റേറ്റ് വരുമ്പോൾ സൈക്കിൾ മറക്കരുത്, വരിക, സൈക്ലിംഗ് ചെയ്യുക, എൻജോയ് ചെയ്യുക. നമ്മൾ വില്ല കഴിഞ്ഞു. ഇനി നമ്മുടെ ഇവിടുത്തെ അവസാനത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് അക്കോമഡേഷൻ. ഞാൻ ഇത്രയും നാൾ നമ്മളിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ നടത്തിയ സമയത്ത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. അതിനകത്ത് ഏറ്റവും അധികം കേൾക്കുന്ന ചോദ്യമാണ് എവിടെ ബഡ്ജറ്റ് അക്കോമഡേഷൻ കിട്ടുക എന്നുള്ളതാണ്. സോ ബഡ്ജറ്റ് അക്കോമഡേഷനെ കുറിച്ചുള്ള ഒരു ഏരിയയും കൂടെ ഇവിടെയുണ്ട്. ഇപ്പം നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡോർമെറ്ററി കൈൻഡ് ഓഫ് സെറ്റപ്പ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് അക്കോമഡേഷൻ വേണമെന്നുള്ള ആൾക്കാർക്ക് തീർച്ചയായും ആ പ്രോപ്പർട്ടി കാണാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബഡ്ജറ്റ് അക്കോമഡേഷൻ ഡോർമെറ്ററി എന്ന് പറയുമ്പോൾ ഈ എന്താണ് അടിക്കി വെച്ചാൽ കുറേ ബെഡ് വെച്ച സംഭവം ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ ഡോർമെറ്ററി ആ കൈൻഡ് ഓഫ് സംഭവമല്ല. നിങ്ങൾക്ക് ഈ പുറകെ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇവരുടെ ബഡ്ജറ്റ് അക്കോമഡേഷൻ ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ. സോ നമുക്കിവിടെ കയറുമ്പോൾ തന്നെ മറ്റേ മണിച്ചിത്രത്താഴ് സിനിമയിലെ മറ്റേ തെക്കിനിലേക്ക് പോകുന്ന ഫീൽ കിട്ടും. നഗവല്ലി ആ ഫീൽ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് ഒരു നമ്മുടെ ഡോർമെറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കിയൊക്കെ നോക്കാം. അപ്പോൾ ഇതുപോലൊക്കെ സോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്നുണ്ടെങ്കിൽ ആ പഴയ ഒരു ഫീലിലാണ് നിലനിർത്തിയിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഡോർമെറ്ററി സെറ്റപ്പ് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പൊതുവെ ഞാൻ പറഞ്ഞില്ലേ ഡോർമെറ്ററി കാണുമ്പോൾ കുറേ അട്ടിയിട്ട ബെഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടുത്തെ ഡോർമെറ്ററി ആ ഒരു സംഭവമല്ല. ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ 2 ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പെർ ഹെഡ് ഇത് ചാർജ് ചെയ്യുന്നത് 1000 rupees ഈ ഡോർമെറ്ററിക്ക്. ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം ഓരോ റൂമിനും അവർ സെപ്പറേറ്റ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2 കിടക്കാം. ഈ റൂമിൽ വേണമെങ്കിൽ ഒരു ബെഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കും, 2 ബെഡ്. പിന്നെ ഈ പറഞ്ഞ പോലെ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അധികം സ്ഥലങ്ങളിൽ പോയാലും ഈ ഒരു ഫെസിലിറ്റി കിട്ടുമെന്ന് തോന്നുന്നില്ല. എല്ലാം കൂടെ കോമൺ ബാത്റൂമാണ് കൊടുക്കാറ്. സോ ഈ ഒരു ഡോർമെറ്ററിക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ പറഞ്ഞ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ പറഞ്ഞൊരു സത്യം റൂമിന്റെ ഫീൽ നമുക്ക് കിട്ടും. ഡോർമെറ്ററി എന്നുള്ള ഫീൽ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ 1000 രൂപയ്ക്ക് ഈ ഒരു സംഭവം വേർത്താണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, വരിക, ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അറിയാമോ നിങ്ങൾക്ക് ഈ ബഡ്ജറ്റ് സ്റ്റേ എന്ന് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചോദിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഇത് ഉൾപ്പെടുത്തി നോക്കുക. കാരണം ഈ ബഡ്ജറ്റ് സ്റ്റേയിനുള്ളിൽ നിങ്ങൾക്ക് ഇത്രയും ഒരു ഏരിയ കവർ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വയനാട്ടിൽ വന്നിട്ട് ഒരു ദിവസം വേണം ഇവിടെ സ്പെൻഡ് ചെയ്യാം. കാരണം അത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. സോ ബഡ്ജറ്റ് അക്കോമഡേഷൻ നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോർമെറ്ററി നോക്കാം. 1000 rupees ആണ് പെർ ഹെഡ്. ഓക്കെ, സോ അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ ഏകദേശം 1 2 3 4 ഇങ്ങോട്ട് വന്നാൽ ഇവിടെ 4 റൂംസാണ് ഇവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഡോർമെറ്ററി ആയിട്ട്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു റൂമിൽ 4 പേര് പോവുകയാണെങ്കിൽ തന്നെ എത്രയായി 4 റൂം, എന്നാൽ 16 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോർമെറ്ററിയാണ് ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ വരിക, ബഡ്ജറ്റ് അക്കോമഡേഷൻ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ പ്രോപ്പർട്ടി ഒക്കെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ 3 പ്രോപ്പർട്ടി കണ്ടു. ഈ 3 ഉണ്ടെങ്കിൽ 4 കണ്ടു. ഒന്ന് നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവ് കണ്ടു, ട്രീ ഹട്ട് കണ്ടു, പിന്നെ നമ്മൾ വില്ല കണ്ടു. ഈ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഡോർമെറ്ററി കൈൻഡ് ഓഫ് ബഡ്ജറ്റ് അക്കോമഡേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പോഴത്തെ ഏകദേശം പ്രോപ്പർട്ടി ഒക്കെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് കാണാനുള്ളതുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞില്ലേ, അതിൽ ഏറ്റവും മെയിൻ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഫാക്ടറി വിസിറ്റാണ്. ഇവിടെ അടുത്ത് തന്നെ ഇവർ ഈ തേയില കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഫാക്ടറിയിൽ ഒരു മേക്ക് ചെയ്തിട്ട് ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ഉണ്ട് ഇവർക്ക്. സോ നമുക്ക് ആ ഫാക്ടറിയും കാര്യങ്ങളും കാണുകയും ചെയ്യാം. അവിടുത്തെ ഇതിൻ്റെ ഒരു കൈൻഡ് ഓഫ് സംഭവം എങ്ങനെയാണ് ഇതിൻ്റെ മേക്കിങ് കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യാം. സോ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫാക്ടറി വിസിറ്റ് വരുന്നവർക്ക് കൊടുക്കും. അത് തികച്ചും ഫ്രീ ആണ്. വരിക, ഈ ഫാക്ടറിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. കാരണം ഈ തേയില എങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള പകുതി ആൾക്കൊക്കെ അറിയത്തില്ല. സോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ പോയി കാണാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ് ഈ ഒരു സറൗണ്ടിങ്സിൽ വന്നിട്ട് ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാണ്ട് പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഓൾ പ്രോപ്പർട്ടീസ് കഴിഞ്ഞു. ഇതിൻ്റെ ഒപ്പം തന്നെ ഇവർ കൊടുക്കുന്ന ഒരു സംഭവമാണ് ടെൻറ്റ് സ്റ്റേ.
ഈ 10 സ്റ്റേ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ 10 ക്യാമ്പിംഗ് കൊടുക്കുന്നുണ്ട്. 10 ക്യാമ്പിങ്ങിന് അവർ പെർ ഡേ അവർ 1000 ആണ് പെർ നൈറ്റ് അവർ ചാർജ് ചെയ്യുന്നത്. പ്ലസ് നമുക്ക് ക്യാമ്പ് ഫയറും കാര്യം സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് കുറച്ചുകൂടെ മാറും. 3000 രൂപ ആയിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ടെൻറ്റ് സ്റ്റേയിലേക്കുള്ള കാര്യങ്ങളും ഈ 10 ക്യാമ്പിങ്ങിനുള്ള സാധനങ്ങളും ഈ പറഞ്ഞ ഫാക്ടറിൻ്റെ ഒക്കെ മേലേക്കുള്ള സാധനമുള്ളത്. അപ്പോൾ അത് നമുക്ക് ആ പോകുന്ന വഴി കാണുകയും ചെയ്യാം. അപ്പോൾ പ്രോപ്പർട്ടി ഒക്കെ ഏകദേശം ക്ലിയർ ആയ സ്ഥിതിക്ക് ഇനി നമ്മൾ ഫുള്ള് ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതാ എത്തി നിൽക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഇവിടെ ഏകദേശം ഏറ്റവും കൂടുതൽ പ്രായം ഈ സാധനമായിരിക്കും അല്ലേ? 100 വർഷമൊക്കെ പഴക്കം ഉണ്ടാവും. ഇത് മാവല്ലേ? ഇത് ഏകദേശം 100 വർഷം പഴക്കമുള്ള ഒരു മാവാണിത്. ഇതിന്റെ വലിപ്പം ഇത് വർഷം ഇത് നമ്മൾ അളന്ന് നോക്കിയത് ഇപ്പൊ ഞാൻ അളന്ന് നോക്കിയത് നമ്മുടെ വടികാരം 6 മീറ്റർ ആണ്. 6 മീറ്റർ തികയുന്നില്ല. 7 മീറ്ററിന് മേലെ വരും ഇതിന്റെ ഏകദേശം ഒരു വട്ടല്ലേ? അയ്യോ, ഇത് മാങ്ങ ഉണ്ടാവുന്നുണ്ട് ഇതിന്? നല്ല ചെറിയ മാങ്ങയാ, നാട്ടുമാങ്ങ അല്ലേ? ഇത് അടിപൊളി സംഭവം കേട്ടോ. ഇതിന് നമ്മൾ അമ്മച്ചി അമ്മച്ചല്ല മുത്തശ്ശി. അമ്മച്ചി കണക്കാനടേ എന്താ ഇതിനെ നമ്മൾ നേരത്തെ വിളിച്ച് വെല്ലുവിളി നടത്തണോ? വേണ്ട, കാര്യമില്ല. പിന്നെ രണ്ടര വിളിച്ചെത്തുവോ? നിങ്ങൾ 2 പേര് വെച്ച് പിടിച്ച് വട്ടം എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്യുന്ന രൂപ 10,000. ഒന്ന് പറഞ്ഞാലും കിട്ടും. അപ്പൊ മുത്തശ്ശി മാവാട്ടോ, പ്ലാവല്ല, മുത്തശ്ശി മാവാണിത്. ഇവിടുത്തെ ഏറ്റവും പഴക്കമേറിയ ഒരു മരമാണിത്. ഏകദേശം 100 വർഷത്തിന് മേലെ പഴക്കം ഉണ്ടാവും. സോ ഇത് മാങ്ങ ഉണ്ടാകുന്ന സമയം പൂത്തുണ്ട് അല്ലേ? ഇതെല്ലാം പൂത്തുണ്ട്. മാങ്ങയാവാനായല്ലേ ഏകദേശം? നാട്ടുമാങ്ങ അല്ലത്. നാട്ടുമാങ്ങ ചെറിയ കണ്ണിമാങ്ങ പോലത്തെ മാങ്ങയാണ്. അപ്പോൾ എൻ്റെ പൊന്നെ, നമ്മുടെ ഫാക്ടറിയിലേക്കുള്ള വഴി ഇതാ ഇവിടെ അവസാനിച്ചു. നമ്മൾ ഫാക്ടറി എത്തിയിരിക്കുന്നു. യെസ്, വി റീച്ച്. എൻ്റെ പോനെ തേയിലേൻ്റെ സ്മെല്ല്, ആഹാ നല്ല അടിപൊളി സ്മെല്ല് തേയിലേൻ്റെ. ഓക്കെ, ഇവിടെ സ്റ്റാർട്ടിങ് പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഇത് അന്നത്തെ ആ പഴയ രീതിയിലുള്ള പിന്നെ പിടിക്കുന്ന ചായ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇത് മോർണിംഗ് ടീ മേക്സ് യെസ്റ്റർഡേസ്. ഓക്കെ, ഇതിങ്ങനെ നമുക്ക് കണ്ടു പോകാം അല്ലേ? ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ചായ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഈ ചായൻ്റെ അണ്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് സാധനങ്ങളാണ്. ഇതാ തേയിലേൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ഡിസ്കവറി ഓഫ് ടീ, ഒരു ചായൻ്റെ സ്റ്റാർട്ടിങ്, ഒരു ചായ നുള്ളി കൊണ്ടുവന്ന് ഇവിടെ പ്രോസസ്സിങ് തൊട്ട് അതിൻ്റെ എൻഡ് സ്റ്റേജ് വരെ കൊടുത്തിട്ടുണ്ട്. ചായൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ഇതാ ഇങ്ങനെ പോകും. ഏൻഷ്യൻ ടീ പ്രോസസ്സിങ് ചൈന, 3 ടീ ലീവ്സ് ഇൻ അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിനകത്ത് മൊത്തം ഇതിൻ്റെ ഒരു പ്രോസസ്സ് പറഞ്ഞു പോകുന്നില്ലേ? ഓരോ രീതിയിൽ ഓരോ കാലഘട്ടത്തിൽ വന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ. ഏൻഷ്യൻ ടീ പ്രോസസ്സിങ് പണ്ടിങ്ങനെ കൈകൊണ്ട് അടിച്ചൊക്കെ എല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്നല്ലേ? ഇപ്പൊ മെഷീനൊക്കെ വന്ന് റോളൊക്കെ വന്ന്. ശരിക്കും ചായന്റെ ഇല കൊണ്ടുവന്നിട്ട് തേയില ഇല കൊണ്ടുവന്നിട്ട് നമ്മൾ ഉണക്കുന്നുണ്ടോ? ചെറുങ്ങനെ ഒരു വാട്ടം വേണം. ഫാനൊക്കെ ഉണ്ട്. ഫാനൊക്കെ ഇട്ടിട്ട് കുറച്ചൊന്ന് വാട്ടും. എന്നിട്ട് വാട്ടി കഴിഞ്ഞിട്ട് എന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അരക്കലാണ് പോകുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പം ചായന്റെ പ്രോസസ്സ് നമുക്കിവിടെ എല്ലാം A to Z ഫ്രം തേയില ഉള്ളുന്ന തൊട്ട് ചായ പൊടിയാക്കുന്നവരെയുള്ള എല്ലാ പ്രോസസ്സും കാണാൻ പറ്റും. അങ്ങനെ ഇതാ ടീ ഫാക്ടറി എന്നുണ്ടെങ്കിൽ ഇതാ റിയൽ ചായപ്പൊടി, ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ലാത്ത യഥാർത്ഥ റിയൽ ആയിട്ടുള്ള ചായപ്പൊടിയാണ് ഇന്ന് കാണുന്നത്. നല്ല സ്മെല്ലാട്ടോ, യഥാർത്ഥ ചായപ്പൊടിയുടെ സ്മെല്ലാണ് ഇത് കാണുന്നത്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു DSA കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഇത് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും. അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ പുറത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിങ്ങൾക്ക് ചായപ്പൊടി മേടിക്കുകയും ചെയ്യും. സോ നമ്മുടെ ഫാക്ടറി വിസിറ്റും കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചത് വേറെ ഒന്നും വേണ്ടല്ല, ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഈ ഒരു ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കേശവേട്ടൻ്റെ എന്താണ് വന്നിട്ട് കാണിച്ചു തരും, ഇവിടുത്തെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പോകാൻ നേരത്തെ നിങ്ങൾക്ക് നല്ല അടിപൊളി ചായപ്പൊടി മേടിച്ചിട്ട് പോകാൻ പറ്റും. സോ അപ്പോൾ ഇവിടെ വരിക, ഇത് എൻജോയ് ചെയ്യുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, 10 ക്യാമ്പിങ്ങും അതുപോലെ ട്രക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ പോവാം.
ആ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യുമ്പോൾ ഏകദേശം ഇവിടുത്തെ ആക്ടിവിറ്റീസും ഇവിടുത്തെ ഏകദേശമുള്ള സറൗണ്ടിങ് നമുക്ക് കവർ ചെയ്ത് കഴിയും. അപ്പോൾ നമ്മൾ അടുത്ത യാത്ര അങ്ങോട്ടേക്കാണ്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ടുള്ള ട്രക്കിങ്ങിലേക്കുള്ള ഒരു സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയേക്കുന്നത്. ഇതിൻ്റെ പുറകെ കാണില്ല, ഈ കാണുന്ന ഏരിയാസൊക്കെ നമ്മുടെ ഈ ഒരു പ്രിയദർശിനി ടീ എൻവയോൺമെൻറ്റ്സിൻ്റെ പാർട്ടാണ്. ഇത്രയും നല്ല വ്യൂ ഉള്ള ഏരിയ ആണ് ഇവിടെ. കണ്ടില്ലേ, ചുറ്റും മലയാണ്. ഈ ചുറ്റും മലയാണ്. നമ്മൾ ട്രക്കിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ഈ വഴിയിലൂടെ നമ്മൾ ഇങ്ങനെ പോയിട്ട് കാണുന്ന മലേൻ്റെ മേലാണ് ഇവിടെ നമ്മുടെ വ്യൂ പോയിന്റ് ഉള്ളത്. ആ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ ട്രക്കിംഗ് സ്പോട്ട്. അതിൻ്റെ ഒരു കാര്യങ്ങൾ ഈ വഴിക്ക് തന്നെയാണ് പോയി വരുന്നത്. പിന്നെ ടെൻറ്റ് സ്റ്റേ. ഞാൻ പറഞ്ഞു ടെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ഒരു ഇതും കൂടെ ഉണ്ട്. ടെൻറ്റ് ഇവിടെയാണ് ഇവിടെ അറേഞ്ച് കൊടുക്കുന്നത്. ടെൻറ്റിന് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ട്രക്കിങ്ങിന് ഇത് ഒരു 3 ലെവൽ ഓഫ് ട്രക്കിങ് ചെയ്യുന്നുണ്ട്. ഈ 3 ടൈപ്പ് ഓഫ് ലെവലുണ്ട് ട്രക്കിങ്ങിന്. ഫസ്റ്റ് ഈ വ്യൂ പോയിന്റ്, പിന്നെ ഈ മലേൻ്റെ അപ്പുറത്ത്, അങ്ങനെ ഒരു ട്രക്കിങ് സ്പോട്ട് പല സ്പോട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിന് അവർ 5,000 to 10,000 ആണ് അതിന് ട്രക്കിങ്ങിനായിട്ട് ചാർജ് അവർ ഈടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിങ്ങളുടെ ഒരു ലെവൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര പോകാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. അത് നിങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസിനെ ചോദിച്ചാൽ അതിൻ്റെ ഒരു ട്രക്കിങ്ങിൻ്റെ ലെവൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരും. പ്ലസ് ഇവിടെ നമുക്ക് ഇതല്ലേ ചുറ്റും കാടും കാര്യങ്ങളൊക്കെയാണ്. ഇവർ ബേർഡ് വാച്ചിങ്ങിന് വേണ്ടിയിട്ടൊരു അവൈലബിലിറ്റി ഉണ്ട്. നമുക്ക് ബേർഡ് വാച്ചിങ്ങിന് വേണ്ടി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരും. അതിന് അവർ ഈടാക്കുന്ന ചാർജ് 2,500 ആണ്. അപ്പോൾ ഇത്രയും ഒരു ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രോപ്പർട്ടി എനിക്ക് തോന്നുന്നത് വയനാട്ടിൽ തന്നെ വളരെ റെയറാണ്. അപ്പം തീർച്ചയായും നിങ്ങൾ ഈ പ്രിയദർശിനി ടീ എൻവയോൺമെൻറ്റ്സിൽ വരിക, ഇവിടുത്തെ സ്റ്റേ എൻജോയ് ചെയ്യുക, ഇവിടുത്തെ ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഇതുപോലത്തെ നല്ല മനുഷ്യന്മാരുടെ കമ്പനി കൂടാ. യേശോട്ടനുണ്ട് ഇവിടെ. എന്ത് കാര്യം നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വ്യക്തിയാണ് പുള്ളി. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും വരിക. അപ്പം അതുവരേക്കും നമ്മൾ ഈ ഒരു വിഷ്വൽ ട്രീറ്റ് ഇവിടെ നിർത്തുകയാണ്. ബാക്കി നിങ്ങൾ വന്ന് നേരിട്ട് കാണുക. സോ നമുക്ക് നിർത്തല്ലേ? ബൈ പറയല്ലേ? ബൈ ഫ്രം ഹൈക്കിംഗ് ട്രൈബ്സ്. ബൈ.